നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തുറവൂരിൽ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കി. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച രാവിലെ ഓട്ടോ തൊഴിലാളികൾ ഓട്ടം അവസാനിപ്പിച്ച് പ്രതിഷേധ യോഗവും മാർച്ചും നടത്തി. തുറവൂർ തിരുമലഭാഗം സ്വദേശി 42 വയസ്സുള്ള സന്തോഷിനെയാണ് കാറിലെത്തിയ സംഘത്തിൽ ഒരാൾ ക്രൂരമായി മർദ്ദിച്ചത്. വളരെ മര്യാദയ്ക്ക് നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി മാന്യമായ രീതിയിൽ വാഹനം ഓടിച്ചു പോയപ്പോൾ അതിന് തടസ്സം നിന്നുകൊണ്ട് തന്നെയാണ് ഒരു 3-4 പേര് ചെറുപ്പക്കാരും മദ്യപിച്ചുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഓടുന്നതിന് തടസ്സമായിട്ട് നിന്നുകൊണ്ട് അവരോട് ശക്തമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കുകയും അവരെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് ഈ 3 പേരും മദ്യത്തിനടിമയായിരുന്നു, മദ്യപിച്ച് വാഹനം ഓടിച്ച 3 പേരായിരുന്നു. അപ്പം നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളിനെ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കുകയും ഇവരെ 3 പേരെയും മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് നമ്മൾ പോലീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അന്നേരം തന്നെ പ്രസിഡന്റ് സഖാവ് എന്നെ വിളിച്ചിരുന്നു, സിഐയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന് നമുക്ക് വിശ്വാസമില്ല. ക്രിമിനൽ സംഘമല്ല, അതിലും വലിയ കൊള്ള സംഘം വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ചാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് നിന്നിട്ട് ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പ്രതിബദ്ധത വന്നാലും നമുക്കതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സൗകര്യം, എല്ലാവിധത്തിലുള്ള സൗകര്യം നമ്മളും നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ള പാർട്ടികളും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന 100% ഉറപ്പ് തരും. ഇവിടുന്ന് ഓട്ടവും പോയ നമ്മുടെ തൊഴിലാളി സുഹൃത്തിനെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ വണ്ടി തമ്മിൽ ഒരു കുരസൽ സംഭവിച്ചതിനാൽ എന്താണ് ഇതെന്ന് സംഭവിച്ചതെന്ന് മാത്രം ചോദിച്ച് തീരുന്നതിന് മുമ്പ് യാതൊരുവിധ പ്രകോപനമില്ലാണ്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ കാറിലുണ്ടായിരുന്ന ഗുണ്ടകളും തന്നെ വിശേഷിപ്പിക്കാവുന്നവരാണ് നമ്മുടെ സഹപ്രവർത്തകനെ വളരെ മാനസികമായും ശാരീരികമായ രീതിയിലും പീഡിപ്പിച്ചു. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെ വളരെ ദുഃഖമാർന്ന ഒരു സമയം. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ മരണം നടന്നിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ള അദ്ദേഹം മാനസികമായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ശക്തമായ ഒരു മൃഗീയമായ ഒരു പീഡ നടന്നേക്കുന്നത്. ഇങ്ങനെ സാധാരണക്കാർക്കുള്ള ഞങ്ങളുമൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഓട്ടം നടത്തി ആ സാധാരണക്കാർ തരുന്ന നിസാര പൈസ കൊണ്ട് ഞങ്ങളുടെ കുടുംബം പോറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് ആണ് സംഭവം. തുറവൂരിൽ നിന്നും ഓട്ടം പോയ സന്തോഷ് തിരുമല ഭാഗത്തെത്തിയപ്പോൾ ഗതാഗതക്കുരുക്കുണ്ടായി. വാഹനം നിർത്തിയിട്ട സമയം കാറിലെത്തിയ സംഘം സന്തോഷിൻ്റെ ഓട്ടോയിൽ ഇടിപ്പിച്ച ശേഷം ഓടിച്ചുപോയി. ഗതാഗതക്കുരുക്ക് മാറിയ ശേഷം സന്തോഷ് ഓട്ടോ ഓടിച്ച് കാറിനെ പിന്തുടർന്ന് നിർത്തിച്ച ശേഷം ഇടിച്ച കാര്യം പറഞ്ഞു. തുടർന്ന് കാറിൻ്റെ പിൻ സീറ്റിൽ ഇരുന്ന 2 പേരിൽ ഒരാൾ ഇറങ്ങി വന്ന് സന്തോഷിനെ പിടലിക്ക് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ ഓട്ടോ തൊഴിലാളികൾ സംഭവസ്ഥലത്തെത്തിയതിനെ തുടർന്ന് മർദ്ദിച്ചയാൾ പിന്മാറി ഓടി സമീപത്തെ വീട്ടിൽ കയറി വാതിലടച്ചു. തുടർന്ന് കുത്തിയോട് പോലീസെത്തി കാറും പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ സന്തോഷിനെ ഉടൻ തന്നെ തുറവൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ചേർത്തല ഗവൺമെൻറ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ തുറവൂരിൽ ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം CPM തുറവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘുനാഥ് കർത്ത ഉദ്ഘാടനം ചെയ്തു. തുറവൂരിൽ നിന്നും 100 കണക്കിന് ഓട്ടോ തൊഴിലാളികൾ പങ്കെടുത്ത പ്രതിഷേധ റാലി TD കവലയിൽ അവസാനിച്ചു.